ഈ ഒരു വീക്കിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതിൽ ഫസ്റ്റത്തെ അപ്ഡേറ്റ് നമ്മുടെ കവാസക്കിയുടെ ഭാഗത്തു നിന്നാണ്. കവാസക്കിയുടെ നിഞ്ച 500 അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിഞ്ച 500 വരുമ്പോൾ 400 ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ് പറയുന്നത്. നിഞ്ച 500 ആണെങ്കിലും 450cc ആണ് ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 400 അവർ മാർക്കറ്റിൽ കൊണ്ടുവരാനുള്ള ചാൻസ് ഇല്ല. 400 ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കാം. 400നെക്കാട്ടും കുറച്ചും കൂടി ടോർക്ക് ഉള്ളത് 500-നാണ്. ഏകദേശം 5 എണ്ണം ടോർക്ക് ഈ ഒരു ബൈക്കിന് കൂടുതലാണ്. 45 bhp പവറും 52 എണ്ണം ടോർക്കുമാണ്. നിഞ്ച 500ന്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 5,25,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ്. അടുത്തത് നമ്മുടെ ഹീറോ മോട്ടോകോപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഹീറോന്റെ അടുത്തിടയ്ക്ക് ലോഞ്ച് ചെയ്ത മാവറിക് 440ന്റെ പ്രൈസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബൈക്ക് മുമ്പേ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രൈസിന്റെ കാര്യമൊന്നും അവർ ഇതുവരെ റിവീൽ ചെയ്തില്ല. ഹാർലി ഡേവിഡ്സന്റെ X440 വെച്ച് നോക്കുമ്പോൾ ഏകദേശം 40,000 രൂപ മാവറിക് 440ക്ക് കുറവാണ്. സ്റ്റാർട്ടിംഗ് എക്സ്-ഷോറൂം പ്രൈസ് 1,99,000 തൊട്ട് 2,24,000 രൂപയാണ് എക്സ്-ഷോറൂം. ഈ ഒരു പ്രൈസ് നമുക്കിപ്പോൾ ക്ലാസിക് 350, ഹൈനസ് 350 ഒക്കെ വാങ്ങാൻ പറ്റും. അടുത്ത നമ്മുടെ ബജാജിന്റെ NS200 അപ്ഡേറ്റ് ആണ്. NS200 ഇപ്പോൾ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. NSന്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റഡ് മോഡൽ ഇന്ത്യയിലേക്ക് അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് NS200 വരുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ബജാജ് ഈ ഒരു ബൈക്കിനെ കൊടുത്തിട്ടുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കളേഴ്സിലാണ്. ഒരു ബ്ലാക്ക് നിറത്തിലുള്ളൊരു കളേഴ്സിലാണ് നമുക്കിപ്പോൾ ടീസർ കാണാൻ പറ്റുന്നത്. ഇബോണി ബ്ലാക്ക് ആണ്. ചിലപ്പോൾ ഒരു 2-3 കളേഴ്സിലൊക്കെ ഈ ഒരു ബൈക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. നിലവിലെ ഹാലജൻ ബൾബ് അവർ മാറ്റിയിട്ട് LED ഹെഡ്ലൈറ്റ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്ററും ഒരു ഇൻ്റഗ്രേറ്റഡ് DRLും കൂടി അവർ കൊടുക്കുന്നുണ്ട്. അടുത്തൊരു മാറ്റം മീറ്റർ കൺസോളാണ്. പുതിയ NS200ന് പുതിയൊരു മീറ്ററാണ് അവർ കൊടുക്കാൻ പോകുന്നത്. ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആയിരിക്കും. മുമ്പത്തേത് ഒരു അനലോഗ് ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആണ്. അത് മാറ്റിയിട്ട് അവർ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആണ് കൊടുക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, 10x10 നാവിഗേഷൻ, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ, പിന്നെ കോളർ ഐഡി ഉണ്ട്, ഫ്യൂൽ എക്കോണമി ഉണ്ട്, മൊബൈൽ ബാറ്ററി ഐക്കണൊക്കെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത ബജാജിന്റെ പൾസർ 150Nലും പൾസർ 160Nലും ഉപയോഗിച്ചുള്ള അതേ ഒരു മീറ്റർ കൺസോൾ ആയിരിക്കും. വേറെ എഞ്ചിന്റെ ഭാഗത്തുനിന്നും പവർ ഫിഗേഴ്സിന്റെ ഭാഗത്തുനിന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരു 199.9cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 24 bhp പവറും 18 എണ്ണം ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ UHT ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. പിന്നെ ബ്രേക്സിന്റെ ഭാഗത്തുനിന്ന് ഡുവൽ ചാനൽ ABS ഉണ്ട്. അപ്പോൾ 2024 മോഡൽ പുതിയ NS200 ഈ ഒരു മാസം തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും. പഴയ NS വെച്ച് നോക്കുമ്പോൾ ഏകദേശം 3,000 to 5,000 രൂപ കൂടാൻ ചാൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ സുസുക്കിയുടെ ഭാഗത്തു നിന്നാണ്. സുസുക്കിയുടെ ബൈക്ക് ഇപ്പോൾ അവർ റീകോൾ ചെയ്തിട്ടുണ്ട്. സുസുക്കിൻ്റെ 2 മോഡലാണ് ഇപ്പോൾ അവർ റീകോൾ ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ജിക്സർ 250 പിന്നെ V-Strom ആണ്. ഈ റീകോൾ എന്ന് പറയുന്നത് ഏതെങ്കിലും കമ്പനിയുടെ വണ്ടി ഇപ്പം സ്ഥിരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കമ്പനി തന്നെ റീകോൾ ചെയ്യുന്നത് തിരിച്ചു വിളിക്കുന്ന ഒരു പരിപാടിയാണ്. ഒരുപാട് കമ്പനീസ് ഇപ്പോൾ റീകോൾ ചെയ്യുന്നുണ്ട്. ഹോണ്ടയുടെ ഹൈനസ് 350 ഒക്കെ മുമ്പേ റീകോൾ ചെയ്തതാണ്. ഏത് ബൈക്കും റീകോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഇഷ്യൂസ് ഉണ്ടാവും. സുസുക്കിയുടെ V-Stromന്റെയും ജിക്സർ 250ന്റെയും റീകോൾ ചെയ്യാനുള്ള കാരണം എഞ്ചിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. ഈ ഒരു പ്രശ്നം ഏത് മോഡലിനാണ് വന്നിട്ടുള്ളതെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ V-Strom ഇപ്പോൾ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ബൈക്കിൻ്റെ പുതിയ മോഡൽ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. പുതിയ മോഡൽ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പുതിയ മോഡൽ അവർ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ഇഷ്യൂ ഒക്കെ മാറ്റിയിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്.